ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തങ്കം, ഞാനൊരു കാര്യം പറയാം. ഇത്രയും ദിവസം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നൊരു കാര്യ. കൃഷ്ണമോളുടെ കാര്യത്തില് ദൈവം ചിലതൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗാഥയും കൃഷ്ണയും എന്തിനാ ഒരുപോലെയായത്? ഗാഥയുടെയും നവീന്റെയും വിവാഹം നടക്കുന്നതിനിടയിൽ എന്തിനാ ഒരു സർപ്പദോഷം ഉണ്ടായത്? അത് തീർക്കാൻ സിത്താര മാഡം കൃഷ്ണയെ തന്നെ കണ്ടെത്തിയത് എന്തിനാ? വേണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കൃഷ്ണമോളിപ്പോ നവീന്റെ കൂടെ ആണല്ലോ ജീവിക്കുന്നത്. നവീന് കൃഷ്ണമോളോട് എന്തൊരു സ്നേഹമാണ്. അതിന് ഞാൻ പലപ്പോഴും സാക്ഷിയാണല്ലോ. ആ, കൃഷ്ണമോളെ നവീന് ഭയങ്കര ഇഷ്ടാ. ചിലപ്പോ ഇത് തന്നെയാണ് കൃഷ്ണമോളുടെ ജീവിതമെങ്കിലോ? സിത്താര മാഡം നിർബന്ധിച്ച് ഗാഥയുടെ കഴുത്തിൽ കെട്ടേണ്ടതാലി കൃഷ്ണയുടെ കഴുത്തിൽ കെട്ടിച്ചു. പക്ഷേ അതവിടെ സ്ഥിരമായിട്ട് കിടക്കാനുള്ളതാണെങ്കിലോ? കളരിക്കലെ വധുവാകാൻ പോകുന്നത് കൃഷ്ണ തന്നെയാണെങ്കിലോ? മനക്കണക്ക് കൂട്ടാൻ എളുപ്പമാണ് ഗോപാലൻ. എന്നിട്ട് ഈ പറഞ്ഞ കളരിക്കൽ കയറി ചെല്ലുന്ന പെണ്ണിന് എന്ത് വിധിയെ വെച്ചിട്ടുള്ളത്? തങ്കം, പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ? അവരെത്രയോ പരിഹാര പൂജകൾ ചെയ്തു. ഇപ്പൊ നടക്കുന്ന ഈ 41 ദിവസ വ്രതം തന്നെ അതിന്റെ ഒരു ഭാഗമല്ലേ? എന്തായാലും ആ പൂജ ഭംഗിയായിട്ട് കൃഷ്ണമോള് പൂർത്തിയാക്കുമെന്ന് നമുക്കൊക്കെ ഉറപ്പുണ്ടല്ലോ. അത് പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും കൃഷ്ണമോള് നവീന്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള ഭാര്യയായി മാറിയിരിക്കും. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതാൻ തങ്കേച്ചി നമുക്ക്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. തങ്കേച്ചി ഇപ്പൊ ആത്മവിശ്വാസം കാണിച്ചില്ലെങ്കിൽ കൃഷ്ണയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇനി അവളുടെ മുന്നിൽ ഒന്നും പറയുന്നില്ല. സുനന്ദേ, നീ സിത്താര മാഡത്തിന്റെ വീട്ടിലെ ജോലിക്ക് ഇനിയും പോണം. ഇനി എന്നെ അവര് കേറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കേറണം. കാരണം ഇനിയുള്ള അവരുടെ തീരുമാനങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയണം. എന്തൊക്കെ അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാലേ കൃഷ്ണമോളുടെ ജീവിതം സുരക്ഷിതമാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അത് ഗോപാലൻ പറഞ്ഞത് നേരെ സുനന്ദേ. ചേച്ചി, എനിക്കതിൽ സന്തോഷേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം അവരുടെ സ്വഭാവം വെച്ച് ഇനി എന്നെ അവിടെ കേറ്റില്ല. എന്തായാലും ഇപ്പൊ കൃഷ്ണയുടെ സഹായം അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ കൃഷ്ണയുമായി ഏറ്റവും അടുപ്പമുള്ള നമ്മളെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കില്ല. നീ ധൈര്യമായി ജോലിക്കല്ലേ, അവരവിടെ നിന്നെ നിർത്തും. എങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? ഞാൻ പോവാം. തങ്കം, സുനന്ദ കൃഷ്ണയുടെ അടുത്തുണ്ടാകും. കൃഷ്ണയെക്കുറിച്ച് എന്ത് തീരുമാനമെടുത്താലും അത് അപ്പൊ തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ ഒരു തീരുമാനം എടുക്കുകയാണ്. അത് കൃഷ്ണമോളും നവീനും ഒന്നിച്ചാണ് ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് എന്നുള്ളതാ. നീ തങ്കം അങ്ങനെ മാത്രം ചിന്തിക്കുക. Krishna